നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർക്കാർ വകുപ്പുകളുടെ വിവിധ പരിപാടികളിൽ ഉദ്യോഗസ്ഥർക്ക് ഗൗരവം കുറഞ്ഞു വരുന്നതിൽ കർശന വിമർശനവുമായി സ്പീക്കർ. വിദ്യാഭ്യാസ വകുപ്പ്, സഹകരണ വകുപ്പ്, റവന്യൂ വകുപ്പ് എന്നിവയുടെ പരിപാടികളിലാണ് ഈ അവസ്ഥ പതിവാകുന്നതെന്നും സ്പീക്കർ. നിയുക്ത രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്ററെ കൊലയാളി എന്ന് വിളിച്ച പി ജയരാജൻ മറുപടി അർഹിക്കുന്നില്ലെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. വാടിക്കൽ രാമകൃഷ്ണൻ വധക്കേസിൽ ഒന്നാം പ്രതിയായ പിണറായി വിജയനെയാണ് കൊലയാളി എന്ന് വിളിക്കേണ്ടതെന്നും കൃഷ്ണദാസ്. എട്ടിക്കുളം പാലക്കോട് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് അപകടത്തിൽപ്പെട്ടു. 2 പേർക്ക് പരിക്ക്. ശക്തമായ മഴയിൽ മേൽക്കൂര തകർന്നു. ഒരാൾക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. സർക്കാർ വകുപ്പുകളുടെ വിവിധ പരിപാടികളിൽ ഉദ്യോഗസ്ഥർക്ക് ഗൗരവം കുറഞ്ഞു വരുന്നതിൽ കർശന വിമർശനവുമായി സ്പീക്കർ. വിദ്യാഭ്യാസ വകുപ്പ്, സഹകരണ വകുപ്പ്, റവന്യൂ വകുപ്പ് എന്നിവയുടെ പരിപാടികളിലാണ് ഈ അവസ്ഥ പതിവാകുന്നതെന്നും സ്പീക്കർ. നോട്ടീസിൽ പേരുണ്ടാകും, എന്നാൽ വകുപ്പ് മേധാവികൾ എത്താറില്ല. ഇത് ശരിയല്ല എന്നായിരുന്നു സ്പീക്കറിന്റെ വിമർശനം. ഉദ്യോഗസ്ഥർക്ക് തിരക്കുണ്ട്, എന്നാൽ ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും തിരക്കില്ല എന്ന ചില ഉദ്യോഗസ്ഥരുടെ സമീപനം തെറ്റാണ്. ഇക്കാര്യത്തിൽ സർക്കാർ ജീവനക്കാർ മാറി ചിന്തിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. ജില്ലാ കളക്ടർ നമ്മുടെ ജില്ലയിൽ അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന പോസ്റ്റ് 140-ലേറെ കമ്മിറ്റിയുടെ 100-ലേറെ കമ്മിറ്റിയുടെ ചെയർമാനാണ്. അപ്പോൾ സ്വാഭാവികമായും എല്ലാ പരിപാടിയിലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ലെന്ന് വരാം. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ എല്ലാ റവന്യൂവിൻ്റെ പരിപാടിയിലും അദ്ദേഹത്തിൻ്റെ പേര് വെക്കണം എന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. ഇത് റവന്യൂവിന് മാത്രമല്ല, മറ്റൊരു വിഭാഗമുണ്ട്, വിദ്യാഭ്യാസ വകുപ്പ്. എന്ത് പരിപാടി വെച്ചാലും DO ഉണ്ടാവും, DD ഉണ്ടാവും. ഈ ചങ്ങായിമാർ തിരിഞ്ഞു നോക്കൂല. വേറൊരു വിഭാഗമുണ്ട്, സഹകരണ വകുപ്പ്. ഏത് ഉദ്ഘാടനത്തിനും JR ഉണ്ടാവും, അവരിങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. ഇതൊരു അൺഫെയറാണ്. ജില്ലാ കളക്ടർ അദ്ദേഹം അറിഞ്ഞോന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പരിപാടികൾ വെക്കുമ്പം ഈ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒരു തിരക്കുമില്ല. ഇതിനകത്ത് തിരക്കൊന്നുമില്ലാത്ത കുറച്ചാൾ മാത്രം പങ്കെടുക്കുന്ന പരിപാടിയായിട്ട് ചുരുങ്ങും. ഇനി നിങ്ങൾക്ക് പരിമിതി ഉണ്ടെങ്കിൽ ഞങ്ങളങ്ങ് തീരുമാനിച്ചു തരാം. എല്ലാ പരിപാടിയിലും റവന്യൂവിൻ്റെ കളക്ടർ വേണം, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ DD വേണം, DO വേണം, സഹകരണ വകുപ്പിൻ്റെ JR വേണം, അല്ലെങ്കിൽ AR വേണം. അതൊന്നും ആവശ്യമില്ല. അതിൽ പങ്കെടുക്കുന്ന ഉറപ്പുള്ള ആളുടെ പേര് മാത്രം ചടങ്ങിൽ വെക്കുമ്പോഴാണ് പരിപാടിക്കൊരു ഗൗരവവും ഗാംഭീര്യവും ഉണ്ടാകും. തുടർച്ചയായി ഞങ്ങളൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയിൽ കണ്ടുവരുന്ന പ്രവണത, നിയമസഭാ സ്പീക്കർ എല്ലാ പരിപാടിയിലും ഉണ്ടാവും, പക്ഷെ ഉദ്യോഗസ്ഥന്മാർക്ക് തിരക്കാണ്. അപ്പം അതൊരു ജനാധിപത്യ ക്രമത്തിൽ അനുകരണീയ മാതൃകയല്ല. അത് തിരുത്താൻ ഇവിടെ നിന്നെങ്കിലും നിങ്ങൾ തുടക്കം കുറിക്കണം. നിങ്ങൾക്ക് പേടിയോ ബേജാറോ ഉണ്ടെങ്കിൽ അത് ഞങ്ങളങ്ങ് തീരുമാനിച്ചു തരാം. അങ്ങനെ, കാരണം എല്ലാ തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥലത്തിരിക്കുന്നതിൻ്റെ ഒരു മേധാവിയാണല്ലോ ഞാൻ. ആ നിലയിൽ തീരുമാനം ഞങ്ങളൊന്നും എടുത്തു തരാം. കാരണം പേര് വായിക്കുമ്പോൾ ഭൂരിഭാഗം ആളും ഉണ്ടാവില്ല. അത് ഞങ്ങൾക്കൊരു അൺഫെയർ ആയി തോന്നുന്നുണ്ട്. അതിവിടെ പറഞ്ഞു. സബ് കളക്ടർ ഓഫീസിൽ പുതുതായി നിർമ്മിച്ച വീഡിയോ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗത്തിനിടെയായിരുന്നു സ്പീക്കറുടെ വിമർശനം. നവംബർ മാസത്തോടെ റവന്യൂ ഡിജിറ്റൽ കാർഡ് എല്ലാവരുടെയും കൈകളിലേക്ക് എത്തുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K. രാജൻ. തലശ്ശേരി സബ് കളക്ടർ ഓഫീസിൽ പുതുതായി നിർമ്മിച്ച വീഡിയോ കോൺഫറൻസ് ഹാൾ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്ന് മാത്രമല്ല, ആ പ്രവർത്തനങ്ങൾ ഏറ്റവും വേഗതയിലും ഏറ്റവും കൂടുതൽ ജനങ്ങളെ സഹായിക്കാനുള്ള ഇടപെടലുകൾ ഇങ്ങനെ നടത്താം എന്ന പരീക്ഷണത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. നവംബർ മാസത്തോടെ റവന്യൂ ഡിജിറ്റൽ കാർഡ് എല്ലാവരുടെയും കൈകളിലേക്ക് എത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സബ് കളക്ടർ ഓഫീസിന്റെ ചുമതലകൾ ഏറെ കൂടുതൽ വർദ്ധിച്ചു വരുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഘട്ടം നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ കേരളത്തിന്റെ റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ അതിവേഗതയിൽ കൊണ്ടുപോകാൻ കഠിനമായിട്ടുള്ള പരിശ്രമം നടത്തുന്ന ഒരു കാലത്ത് എല്ലാ ചുമതലകളും നിർവഹിക്കാൻ, പ്രത്യേകിച്ച് ചുമതലകൾ അതിവേഗം നിർവഹിക്കാൻ ഈ സംവിധാനങ്ങളെ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ആധുനിക സൗകര്യങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ളത് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. കേരളത്തിലെ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ 4 ലക്ഷത്തിലേറെ പട്ടയങ്ങൾ വിതരണം ചെയ്തുകൊണ്ട്
കേരളത്തിൽ കഴിഞ്ഞ 4 വർഷക്കാലത്തിൽ ആരംഭിച്ച ഡിജിറ്റൽ റീസർവിൽ കേവലം 2 വർഷക്കാലം കൊണ്ട് 320 വില്ലേജുകളിലെ ഡിജിറ്റൽ റീസർവ് പൂർത്തിയാക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കാനും ഈ സംവിധാനങ്ങളുടെ കീഴിലാക്കാനും വേണ്ടിയിട്ടുള്ള കൃത്യമായ ആസൂത്രണമാണ് വകുപ്പ് നടത്തിവരുന്നത്. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ അധ്യക്ഷനായി. ശിലാഫലകത്തിന്റെ അനാച്ഛാദനവും അദ്ദേഹം നിർവഹിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്ര മനോഹരമായ ഒരു ഹാൾ 50-ൽ ചുരുങ്ങിയ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുമെങ്കിലും നല്ല രീതിയിൽ തന്നെ പണിയാൻ സാധിച്ചു. നല്ല കൺസ്ട്രക്ഷനാണ്, നല്ല ഇൻറ്റീരിയറാണ്, നല്ല രീതിയിൽ തന്നെ ഇത് ഒരുക്കിയിട്ടുണ്ട്. അതിന് ഇനീഷ്യേറ്റ് ചെയ്ത സബ് കളക്ടറെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം തലശ്ശേരിക്ക് അനിവാര്യമായ ഒരു ഹാളാണ്. തലശ്ശേരി സബ് കളക്ടർ ഓഫീസിന് വലിയ ലീഗസി ഉണ്ട്. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തില്ല കാമ്പ്യൂർ സൂചിപ്പിച്ചു ഇതിന്റെ സ്ഥാപന പോയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം. അത് മാത്രമല്ല, നിരന്തര യോഗങ്ങൾ, ഞങ്ങൾക്ക് തന്നെ യോഗം വിളിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്, ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. റവന്യൂ താലൂക്ക് ഓഫീസിന്റെ മുകളിൽ പോയിരിക്കണം. ഏതായാലും 50 ആളുടെ യോഗമൊക്കെ ഇനിമ കൂടെ വിളിക്കാമല്ലോ. 50-60 ആക്കി ഇരിക്കാൻ പറ്റിയ രീതിയിലൊക്കെ ഒരു യോഗം ഇത് മാറിയിട്ടുണ്ട്. നല്ല മുൻകൈയാണ് ബഹുമാനപ്പെട്ട സബ് കളക്ടർ ഭാഗത്ത് നിന്നുണ്ടായത്. കാരണം ഇത് നല്ല കാര്യമാണ്. നമുക്ക് എത്രയോ കാലമായി നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഇത്തരമൊരു ഹാൾ ഇവിടെ അടിയന്തരമായി വേണ്ടത്. നമുക്കൊരു പരിമിതിയുണ്ട്. എന്താ പരിമിതി? നമുക്ക് നിർമ്മാണ പ്രവർത്തനം നടത്താൻ പറ്റാത്ത ഒരു സ്റ്ററൈൽ ഏരിയയാണ് ഇതുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ കോട്ടയുണ്ട്, ആർക്കിയോളജിയുടെ അംഗീകാരം ഏത് കാര്യങ്ങൾക്കും വേണം. ഇപ്പോൾ സബ് കളക്ടർ ഓഫീസ് ഉള്ളത് ഹൈലി സ്റ്ററൈൽ ഏരിയയിലാണ്. കാരണം നിർമ്മാണ പ്രവർത്തനം നടത്തണമെങ്കിൽ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ ഉൾപ്പെടെ അംഗീകാരം വേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും തലശ്ശേരിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിപ്പോകുന്നത്. ഒന്ന്, ഈ കോട്ട മാത്രമല്ല, 2 കടലുണ്ട്. ഈ 2 പരിമിതികളുമാണ് തലശ്ശേരിയിലെ പല നിർമ്മാണ പ്രവർത്തനങ്ങളും ഇഴഞ്ഞു നീങ്ങാനും നടത്താൻ സാധിക്കാതെ പോകുന്നത്. നമ്മുടെ നേരത്തെ ജില്ല രൂപീകരിക്കപ്പെടുന്ന ഘട്ടത്തിലുണ്ടായ അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ത്, ജുഡീഷ്യൽ ഹെഡ്ക്വാർട്ടർ തലശ്ശേരി, രജിസ്ട്രേഷൻ ഹെഡ്ക്വാർട്ടർ തലശ്ശേരി, ജില്ലാ ഹെഡ്ക്വാർട്ടർ കണ്ണൂർ. അതിലിപ്പോൾ രജിസ്ട്രേഷൻ ഹെഡ്ക്വാർട്ടർ ഇവിടെ ആകുമ്പോൾ ഇവിടുത്തെ ഓഫീസിൽ ചില പരിമിതികളുണ്ട്, ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അവിടെയും ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇതുപോലെ ഇതിപ്പോൾ നല്ല ഇനീഷ്യേറ്റീവ് ചെയ്ത് സബ് കളക്ടർ ഒരാൾ ഇദ്ദേഹത്തിന്റെ മാത്രം ഇനീഷ്യേറ്റീവ് കേട്ടോ. ഇവിടെ നേരത്തെയും പലരും പല കാര്യങ്ങൾക്ക് ഇനീഷ്യേറ്റ് ചെയ്തു. പലരും നേരത്തെ പോലെ സബ് കളക്ടേഴ്സ് ഒക്കെ നല്ല മുൻകൈയും പ്രാപ്തിയുള്ളവരായിരുന്നു. അതേ മുൻകൈയും പ്രാപ്തിയും ശ്രീ കാർത്തിക് ഇവിടെ കാണിച്ചു. അതുകൊണ്ടാണ് ഇത്തരം ഒരു ഓഫീസ് ഇവിടെ പണിയാൻ കഴിഞ്ഞത്. കാരണം നമുക്ക് അനിവാര്യമായി വേണ്ട ഓഫീസാണിത്. കണ്ണൂർ ജില്ലാ നിർമ്മിതി കേന്ദ്ര പ്രൊജക്ട് മാനേജർ കെ സജിത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേരള സർക്കാരിന്റെ സ്മാർട്ട് റവന്യൂ ഓഫീസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സബ് കളക്ടർ ഓഫീസിൽ വീഡിയോ കോൺഫറൻസ് ഹാൾ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിനാണ് നിർമ്മാണ ചുമതല. തലശ്ശേരി സബ് കളക്ടർ ഓഫീസ് കോമ്പൗണ്ടിൽ 2 കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലാണ് കോൺഫറൻസ് ഹാൾ ഒരുക്കിയിരിക്കുന്നത്. 28 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കിയത്. അക്കൗസ്റ്റിംഗ്, സീലിംഗ്, ചുമർ പാനലിംഗ്, നിലം ടൈൽ വിരിക്കൽ, വരാന്തയിൽ ഗ്രിൽ വെച്ച് സംരക്ഷിക്കൽ, 2 ടോയ്ലറ്റ് നവീകരിക്കൽ, മുറ്റം ഇന്റർലോക്ക് വിരിക്കൽ, റാമ്പ് തുടങ്ങിയ സിവിൽ പ്രവൃത്തികളും കോൺഫറൻസ് ഹാളിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ശീതീകരിച്ച ഹാളിൽ ഇന്ററാക്റ്റീവ് പാനൽ, ഇൻവെർട്ടർ എന്നിവ ഉൾപ്പെടെ ഓൺലൈൻ മീറ്റിംഗുകൾ കൂടി നടത്താനുള്ള സൗകര്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുന റാണി ടീച്ചർ, കണ്ണൂർ ADM കലാഭാസ്കർ, തലശ്ശേരി തഹസിൽദാർ M വിജേഷ്, ഇരിട്ടി തഹസിൽദാർ CV പ്രകാശൻ, സബ് കളക്ടർ ഓഫീസ് സീനിയർ സൂപ്രണ്ട് P പ്രേംരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. തലശ്ശേരി ദേശീയപാതയിൽ പാലിശ്ശേരിയിലെ ASP ഓഫീസിനടുത്തായിട്ടുള്ള ആൾതാമസമില്ലാത്ത വീടിന്റെ മേൽക്കൂര തകർന്നു വീണ് ഒരാൾക്ക് പരിക്ക്. ബുധനാഴ്ച രാവിലെ ഉണ്ടായ കനത്ത മഴയിലാണ് സംഭവം. തലശ്ശേരി ദേശീയപാതയിൽ പാലിശ്ശേരിയിലെ ASP ഓഫീസിനടുത്തുള്ള ആൾതാമസമില്ലാത്ത വീടിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. തറവാട്ട് വീട്ടിലെ ശാസ്തപ്പൻ ദേവസ്ഥാനത്ത് കർക്കിടക സംക്രമമായതിനാൽ രാവിലെ വിളക്ക് കത്തിക്കാൻ എത്തിയ അയൽവാസിയായ രാജീവനാണ് മേൽക്കൂര വീണ് പരിക്കേറ്റത്. പുറത്താണ് പരിക്കേറ്റത്. സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജ്ഞാനോദയ യോഗം പ്രസിഡന്റായിരുന്ന പരേതനായ KP രത്നാകരന്റെ തറവാട് വീടായ പുതുപോത്ത് വീട്ടിന്റെ മേൽക്കൂരയാണ് തകർന്നത്. വർഷങ്ങൾ പഴക്കമുള്ള വീടാണിത്.
നിയുക്ത രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്ററെ കൊലയാളി എന്ന് വിളിച്ച പി ജയരാജൻ മറുപടി അർഹിക്കുന്നില്ലെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. വാടിക്കൽ രാമകൃഷ്ണൻ വധക്കേസിൽ ഒന്നാം പ്രതിയായ പിണറായി വിജയനെയാണ് കൊലയാളിയെന്ന് വിളിക്കേണ്ടതെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. BJP കണ്ണൂർ സൗത്ത് ജില്ലാ ഓഫീസ് തലശ്ശേരി വാടിക്കലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ പി ജയരാജൻ പറഞ്ഞെന്താ, സദാനന്ദ മാഷ് കൊലയാളിയാണ്. പക്ഷേ ഞാൻ കണ്ണൂരിൽ പറഞ്ഞു, അതൊരിക്കലും പി ജയരാജൻ പറഞ്ഞത് സദാനന്ദ മാഷിക്കെതിരായിട്ടല്ല, മറിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇപ്പം ആഭ്യന്തര കുഴപ്പം വളരെ ശക്തമാണ്. ഒരു ഭാഗത്ത് പി ജയരാജനും കമ്പനിയും, മറുഭാഗത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകനും സഹപ്രവർത്തകരും, ഇവർ തമ്മിലുള്ള ശുദ്ധം നടക്കുകയാണ്. അതുകൊണ്ട് ഈ കൊലയാളി എന്ന് വിളിച്ചത് സദാനന്ദ മാഷയല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അയാളാണ് കൊലയാളി. നമ്മുടെ വാടിക്കൽ രാമകൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി പിണറായി വിജയനാണ്. സാക്ഷികളെ സ്വാധീനിച്ചിട്ടാണ് അന്ന് നിയമത്തിന് മുന്നിൽ നിന്നും ഇന്നത്തെ മുഖ്യമന്ത്രി രക്ഷപ്പെട്ടത്. സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാംഗത്വം ജനാധിപത്യ പോരാട്ടത്തിനുള്ള രാജ്യത്തിന്റെ അംഗീകാരമാണെന്നും 6 പതിറ്റാണ്ടായി ജനാധിപത്യം പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പോരാടി ജനാധിപത്യ സംസ്ഥാപനത്തിനായി സ്വയം ജീവൻ ബലിയർപ്പിച്ച ബലിദാനികളെയും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ബലിദാനികളുടെയും പ്രതീതിയാണ് സദാനന്ദൻ മാസ്റ്റർ എന്ന് അദ്ദേഹം പറഞ്ഞു. BJP കേരളത്തിലും ഭാരതത്തിലെ മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ അധികാരത്തിലെത്തുന്ന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് CPM-ഉം കോൺഗ്രസും അതിജീവനത്തിനുള്ള പോരാട്ടത്തിലാണെന്നും ഭാരതത്തിൽ കോൺഗ്രസും CPM-ഉം നേരിട്ട പ്രതിസന്ധികളൊക്കെ തന്നെ ഇന്ന് അവർ കേരളത്തിലും നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും കൃഷ്ണദാസ് പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് ബിജു ഇളക്കുഴി അധ്യക്ഷത വഹിച്ചു. നിയുക്ത രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി, BJP സംസ്ഥാന സെക്രട്ടറി K രഞ്ജിത്ത്, സംസ്ഥാന സമിതി അംഗങ്ങളായ പത്മിനി ടീച്ചർ, E സത്യപ്രകാശൻ മാസ്റ്റർ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി MR സുരേഷ്, അഡ്വക്കേറ്റ് ഷിജിലാൽ എന്നിവർ സംസാരിച്ചു. എട്ടിക്കുളം പാലക്കോട് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് അപകടത്തിൽപ്പെട്ടു. 2 പേർക്ക് പരിക്ക്. മറ്റുള്ളവർ രക്ഷപ്പെട്ടു. മത്സ്യത്തൊഴിലാളികളായ എട്ടിക്കുളം പള്ളി കോളനിയിലെ അബ്ദുൾ റഹ്മാൻ, ചിറ്റടിയിലെ രതീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. മത്സ്യത്തൊഴിലാളികളായ എട്ടിക്കുളം പള്ളി കോളനിയിലെ അബ്ദുറഹ്മാൻ, ചിറ്റടിയിലെ രതീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 8:45 പാലക്കോട് വലിയ കടപ്പുറം അഴിമുഖത്തായിരുന്നു അപകടം. പാലക്കോട് നിന്നും കടലിൽ മത്സ്യബന്ധനത്തിന് പോയ പാലക്കോട്ടെ മുഹമ്മദ് ഹാജിയുടെ ഉടമസ്ഥതയിലുള്ള അൽമിന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. 10 തൊഴിലാളികളുമായി മത്സ്യബന്ധനത്തിന് പോയതായിരുന്നു. തൊഴിലാളികളെ രക്ഷിച്ച് കരയിലെത്തിച്ചെങ്കിലും ബോട്ട് മണൽത്തിട്ടയിൽ കുടുങ്ങിയിരിക്കുകയാണ്. കണ്ണൂർ ആറളം ഫാം പുനരധിവാസ മേഖലയിൽ ജനങ്ങൾക്കും കാർഷിക വിളകൾക്കും വലിയ ഭീഷണിയായ മോഴയാനയെയും മോട്ടുകൊമ്പിനെയും തുരത്തി. പുനരധിവാസ മേഖല 13-ാം ബ്ലോക്കിൽ കണ്ടെത്തിയ ആനകളെ ജനവാസ മേഖലയിലൂടെ ഓടച്ചാൽ വഴി കോട്ടപ്പാറയിലൂടെ വനത്തിനുള്ളിലേക്കാണ് കയറ്റിവിട്ടത്. പുനരധിവാസ മേഖല 13-ാം ബ്ലോക്കിൽ കണ്ടെത്തിയ ആനകളെ ജനവാസ മേഖലയിലൂടെ ഓടച്ചാൽ വഴി കോട്ടപ്പാറയിലൂടെ വനത്തിനുള്ളിലേക്ക് കയറ്റിവിട്ടു. മാസങ്ങൾക്ക് മുമ്പ് പുനരധിവാസ മേഖലയിൽ നിന്ന് ദമ്പതിമാരെ ചവിട്ടിക്കൊന്നത് മോഴയാനയാണെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെ മേഖലയിൽ വീടിനോട് ചേർന്നുള്ള 10ഓളം കുടിലുകളും തകർത്തിരുന്നു. കൃഷികൾക്കും വലിയ നാശം വരുത്തിയിരുന്നു. കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം രാവിലെയാണ് ആനത്തുരത്തൽ ദൗത്യം ആരംഭിച്ചത്. കൊട്ടിയൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നിതിൻ രാജ്, RRT ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷൈനികുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരിട്ടി, കീഴ്പള്ളി, ആറളം വൈൽഡ് ലൈഫ് പരിപ്പുതോട് സെക്ഷൻ എന്നിവിടങ്ങളിലെ 20ഓളം പേർ ദൗത്യത്തിൽ പങ്കെടുത്തു. തലശ്ശേരിയുടെ നാട്ടുഭാഷാ സൗന്ദര്യത്തിന്റെ വിവിധ തലങ്ങൾ ഒപ്പരം എന്ന പേരിൽ പുസ്തക രൂപത്തിലാക്കി സമഗ്ര ശിക്ഷ തലശ്ശേരി സൗത്ത് BRC സ്ട്രീം പ്രൊജക്ടിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ലഘു ഗവേഷണ ഗ്രന്ഥമാണിത്. ഒറ്റയ്ക്കും സംഘങ്ങളായും വിദ്യാർത്ഥികൾ പ്രദേശത്തിനകത്തുള്ള 100-ലധികം വീടുകൾ കയറി പദങ്ങൾ ശേഖരിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്താണ് പുസ്തകം തയ്യാറാക്കിയത്.
തലശ്ശേരിയുടെ പ്രാദേശിക ഭാഷയുടെ വിവിധ തലങ്ങൾ അന്വേഷിച്ച് അവ പുസ്തക രൂപത്തിൽ പുറത്തിറക്കാൻ കഴിഞ്ഞതിൻ്റെ ആഹ്ലാദത്തിലും അഭിമാനത്തിലുമാണ് ഈ വിദ്യാർത്ഥി കൂട്ടം. തലശ്ശേരിയുടെ ഭാഷാ പൈതൃകം അന്യം നിന്നു പോകുന്ന പ്രാദേശിക പദങ്ങൾ, സാമൂഹികവും ചരിത്രപരവുമായ പശ്ചാത്തലം എന്നീ വിഷയത്തെക്കുറിച്ച് പ്രൊജക്ടിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ലഘു ഗവേഷണ ഗ്രന്ഥം ഒപ്പരം അഥവാ ഒന്നിച്ചുള്ള ഗവേഷണം സാഹിത്യകാരൻ എം മുകുന്ദൻ തലശ്ശേരിയിൽ പ്രകാശനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. വാക്കുകൾ നഷ്ടപ്പെടുന്ന, ഭാഷ മരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മുടെ ഭാഷയെ നമ്മൾ തന്നെ സംരക്ഷിക്കണമെന്ന ദൗത്യമാണ് ഇവിടെ സാക്ഷാത്കരിക്കുന്നതെന്ന് എം മുകുന്ദൻ പറഞ്ഞു. പല വാക്കുകളും പ്രയോഗങ്ങളും ഇപ്പോഴില്ല, എവിടേക്ക് ഒഴിച്ചിരിക്കുകയാണ്. സാധാരണ പഴയകാലത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ലാച്ചാർ എന്നുള്ളത്. അത് തലശ്ശേരിയിൽ ആളുകളത് ഉപയോഗിച്ചിരുന്നു, ലാച്ചാർ എന്നുള്ളത്. അപ്പം മീൻ ഒരു ദിവസം മീന് കിട്ടിയിട്ടെങ്കിൽ അമ്മ പറയും, മീനില്ല, കടലിനും ലാച്ചാർ പിടിച്ചു പോയി എന്ന് പറഞ്ഞാൽ കടലിനും ദാരിദ്ര്യം പിടിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ലാച്ചാർ പിടിക്കുക, ദാരിദ്ര്യം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വാക്ക് ആരും ഉപയോഗിക്കുന്നില്ല ഇപ്പോഴും. മയ്യേജിൽ ഞാൻ നോക്കി ആരും ഇങ്ങനെ ഈ ലാച്ചാർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും ആ വാക്ക്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാക്കുകളെ ഞാൻ തേടിപ്പിടിച്ചിരുന്നത്. നിങ്ങളിപ്പോൾ ചെയ്തതുപോലെ നിങ്ങൾ വളരെ ശാസ്ത്രീയമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാനിങ്ങനെ മറന്നുപോയ വാക്കുകൾ ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് കിട്ടിയ ഒന്നാണ് ലാച്ചാർ. പിന്നെയും ചില വാക്കുകളുണ്ട്. പിന്നെ മൈക്കില്ല എന്നുള്ളൊരു വാക്കുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടെന്നറിയില്ല, മൈക്കില്ല. ഇപ്പം എന്തെങ്കിലും ഒരു സാധനം ഇപ്പം അമ്മയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നു, അതെങ്ങനെ ഇഷ്ടമായെന്ന് ചോദിച്ചാൽ അമ്മ പറയാം മൈക്കില്ല. ഇപ്പോഴും മൈക്ക് ഇല്ല എന്ന് നമ്മൾ കരുതി മൈക്കില്ല. പക്ഷെ ഇങ്ങനെയുള്ള വാക്കുകൾ എല്ലാ സ്ഥലത്തും ഒളിച്ചു കിടക്കുന്നുണ്ട്. നമ്മൾ ഈ വാക്കുകളെ കണ്ടെത്തിയിട്ട് നമ്മൾ ഉപയോഗിക്കണം ഇനിയും. സാധാരണ അധ്യാപകരാണ് ഗവേഷണം നടത്തുന്നത്. എന്നാൽ ഇവിടെ കുട്ടികളാണ് ഇത്തരമൊരു പുസ്തകം ഗവേഷണം നടത്തിയത്. ഇത് ഏറെ സന്തോഷിപ്പിക്കുന്നതാണെന്നും എം മുകുന്ദൻ പറഞ്ഞു. തലശ്ശേരി സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, MMHSS ന്യൂമാഹി, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പാലയാട്, GVHSS കൊടുവള്ളി സ്കൂളുകളെയാണ് പുസ്തകരചനയ്ക്കായി തിരഞ്ഞെടുത്തത്. ഇങ്ങനെ ഈ വിദ്യാർത്ഥികൾക്ക് പഠന ഗവേഷണത്തിന് താല്പര്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രൊജക്റ്റുകൾ ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കണ്ണൂർ ജില്ലയിലെ എല്ലാ BRCകളും പരിധിയിലുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 3 വീതം പ്രൊജക്റ്റുകളാണ് ഏറ്റെടുത്തത്. അത് തലശ്ശേരി 3 പ്രൊജക്റ്റുകളിൽ ഒരു പ്രൊജക്റ്റായിട്ടാണ് നമ്മുടെ തലശ്ശേരിയിലെ ഭാഷാ പൈതൃകം, അന്യം നിന്ന് പോകുന്ന പ്രാദേശിക പദങ്ങൾ എന്ന സാമൂഹ്യവും ചരിത്രവുമായ പശ്ചാത്തലം ഇത് വെച്ചിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യുകയും അതിൽ 30ഓളം വിദ്യാർത്ഥികൾ, 5 വിദ്യാലയങ്ങളിൽ നിന്ന് 30ഓളം വിദ്യാർത്ഥികൾ വ്യത്യസ്ത ഗ്രന്ഥങ്ങളിലും അതേപോലെ അഭിമുഖങ്ങളിലൂടെയും പ്രാദേശികമായിട്ടുള്ള പല ആളുകളെ കണ്ടുകൊണ്ടും അവർ ശേഖരിച്ച പദങ്ങൾ അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും വെച്ചുകൊണ്ട് നമ്മളൊരു പുസ്തകം, അവരുടെ ഗവേഷണം ഒരു പുസ്തകമായിട്ട് ഇറക്കുകയാണ്. വിദ്യാലയങ്ങളിൽ നിന്നും 6 വീതം കുട്ടികൾ പങ്കെടുത്ത് 30 കുട്ടികളുടെ സംഘമാണ് പ്രൊജക്റ്റ് പൂർത്തിയാക്കിയത്. ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പിന്നാലെയാണ്. അതായത് നമ്മൾ നമ്മുടെ തലശ്ശേരി എന്ന് പറയുന്നത് വളരെ സംസ്കാരത്തിലും പൈതൃകത്തിലുമൊക്കെ വളരെ സമ്പന്നമായൊരു നഗരമാണ്. മറ്റുള്ള വിദേശ ശക്തികളുടെയൊക്കെ സമ്പർക്കത്തിലൂടെ നമുക്ക് വളരെ വിശാലമായൊരു സംസ്കാരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലൂടെ എങ്ങനെ തലശ്ശേരിയുടെ ഭാഷ സ്വാധീനിക്കപ്പെട്ടു എന്നതിനെ പറ്റിയാണ് നമ്മുടെ പ്രൊജക്റ്റ്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായി തലശ്ശേരിയുടെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലെയും ഭാഷകൾ, നാട്ടുഭാഷാ പദങ്ങളും അവയുടെ എന്തുകൊണ്ടാവാം ഇന്നത്തെ തലമുറയിൽ നിന്ന് പ്രത്യേകിച്ച് അകലുന്നു എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഒട്ടനവധി പദങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിച്ചു. തലശ്ശേരി മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് ചടങ്ങ് നടന്നത്. തലശ്ശേരി സൗത്ത് BPC TV സഖീഷ്, തലശ്ശേരി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷബാന ഷാനവാസ്, ബ്രണ്ണൻ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ KV മഞ്ജുള, കണ്ണൂർ SSK DPOമാരായ സബിത്ത്, ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി, KV ദീപേഷ്, മാടായി BRCയിലെ രഞ്ജിത്ത്, ഡാറ്റ് ഫാക്കൽറ്റി ഡോക്ടർ അനുപമ ബാലകൃഷ്ണൻ, THSST TK ഷാജി, അബ്ദുൾ മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc Artificial Intelligence and Machine Learning, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. मेरे नैनों में रहना सजना, इन पलकों पर रहना सजना,
Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. മയ്യഴി വിമോചന വാർഷിക ദിനത്തിൽ മാഹി ടാഗോർ പാർക്കിലെ വിമോചന സമര സേനാനികളുടെ സ്മാരക സ്തൂപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ റാലിയും നടത്തി. IK കുമാരൻ മാസ്റ്റർ സ്മാരക മന്ദിരത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മയ്യഴിയുടെ വിമോചനത്തിനായി സ്വാതന്ത്ര്യ സമര പോരാളികൾ നടത്തിയ മയ്യഴി വിമോചന മാർച്ചിന്റെ സ്മരണ പുതുക്കിയാണ് 71ാം വിമോചന വാർഷിക ദിനത്തിൽ അനുസ്മരണ റാലി നടത്തിയത്. സ്റ്റാച്യു ജംഗ്ഷനിൽ മഹാത്മജിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് സ്മൃതി സ്തൂപത്തിലേക്ക് അനുസ്മരണ റാലി നടത്തിയത്. IK കുമാരൻ മാസ്റ്റർ സ്മാരക മന്ദിരത്തിന്റെ ആഭിമുഖ്യത്തിൽ ടാഗോർ പാർക്കിലെ സ്മൃതി മണ്ഡപത്തിൽ നടത്തിയ അനുസ്മരണ യോഗം മുനിസിപ്പൽ മുൻ വൈസ് ചെയർമാൻ PP വിനോദ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് I അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. കീഴന്തൂർ പത്മനാഭൻ, K മോഹനൻ, സത്യൻ കേളോത്ത്, ചാലക്കര പുരുഷു, TN സുധാകരൻ, K ഹരീന്ദ്രൻ, MA കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. എന്നാൽ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഐക്യയുടെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായ മയ്യഴി വിമോചന സമരത്തിൽ 10 ആളുകൾ നിലനിൽക്കാൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെ തന്നെ പുതിയ തലമുറയെ ബോധവൽക്കരിക്കേണ്ടത് അനിവാര്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. IK കുമാരന്മാർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹുമാന്യനായ RA കണ്ട്, അതുപോലെ തന്നെ ചീഫ് എഡ്യൂക്കേഷൻ ഓഫീസറെ കണ്ട് ഇന്നത്തെ ദിവസം എല്ലാ അസംബ്ലിയിലും ഈ ദിവസത്തിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുവാനും മയ്യഴിയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. മുതിർന്ന പൗരന്മാരുടെ അറിവും അനുഭവ സമ്പത്തും കർമ്മശേഷിയും സമൂഹ നന്മയ്ക്കായി പരമാവധി പ്രയോജനപ്പെടുത്താൻ പൊതുസമൂഹം തയ്യാറാകണമെന്ന് പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം കേരള സീനിയർ സിറ്റിസൺസ് ഫോറം പാനൂർ ബ്ലോക്ക് സമ്മേളനം PRM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സെക്രട്ടറി VP ചാത്തു മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. മുമ്പ് പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കണം, കൂടുതൽ മെമ്പർമാരെ ചേർക്കണം. ഇപ്പോൾ പറഞ്ഞ 2500 മെമ്പർമാരെങ്കിലും ഉണ്ടാവണം. നമ്മൾ വിചാരിച്ചാൽ നമ്മൾ ഇറങ്ങിയാൽ നമുക്ക് കൂടുതൽ മെമ്പർമാരെ കിട്ടാൻ സാധിക്കും. അതിന് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് മാസത്തിലൊരിക്കൽ യൂണിറ്റ് ജനറൽ ബോഡി യോഗം ചേരണമെന്നാണ് നമ്മൾ പറയുന്നത്. കുറച്ചധികം യൂണിറ്റുകൾ മാസം തോറും ചേരുന്നുണ്ട്. ചണ്ടിയാട്, ഇഷ്ടൂർ പോലെയുള്ള യൂണിറ്റുകളൊക്കെ മാസം തോറും നമ്മൾ ജനറൽ ബോഡി യോഗം ചേരുന്നുണ്ട്. അങ്ങനെ സാധിക്കാത്ത യൂണിറ്റുകളുണ്ടെങ്കിൽ അവരെ എക്സിക്യൂട്ടീവ് യോഗങ്ങളെങ്കിലും വിളിച്ചു ചേർത്തുകൊണ്ട് തീരുമാനങ്ങൾ പറയുകയും അത് നടപ്പിലാക്കി എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് പരിശോധിക്കുകയും ചെയ്താൽ ഒരു ഏകോപിതമായ രൂപം സംസ്ഥാനം, ജില്ല, ബ്ലോക്ക്, യൂണിറ്റ് തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ പിന്നീട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഓണാഘോഷങ്ങളെ കുറിച്ചാണ്. ഓണാഘോഷത്തെക്കുറിച്ച് ഓരോ യൂണിറ്റിനും ചെയ്യാവുന്ന കാര്യങ്ങൾ ഇപ്പോൾ കുട്ടികളുടെ വിശ്വാസം പറയുന്ന ഒരു കാര്യം, അതായത് ഓണത്തിന് പിന്നെ കിടപ്പ് രോഗികളായ ആളുകൾക്ക് അല്ലെങ്കിൽ തീരെ സാമ്പത്തികമായ കഴിവില്ലാത്ത ആളുകൾക്ക് അവർക്ക് അരി കൊടുക്കുകയോ അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതെന്ത് എന്നത് അതാത് യൂണിറ്റിൻ്റെ കരുത്തിനനുസരിച്ച് നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ ചെറിയ ചെറിയ തുക സംഭാവന കൊടുക്കാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ ഓണപ്പുറവ് കൊടുക്കാൻ സാധിക്കും. ഇതിനൊക്കെ നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TP വിജയൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ C അച്യുതൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CH പത്മനാഭൻ നായർ, KM ചന്ദ്രൻ, PV മാധവൻ നമ്പ്യാർ, PK കുഞ്ഞമ്പു, TP ഭരതൻ, M സുകുമാരൻ, വിശ്വനാഥൻ കൊട്ടയോടി, T നാരായണൻ, P വിമല, KT ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CITU ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ പാനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാനൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPIM പാനൂർ ഏരിയ കമ്മിറ്റി അംഗം KK സുധീർ കുമാർ ഉദ്ഘാടനം ചെയ്തു. ബന്ധപ്പെട്ട് പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നു. ഇത്രയും തുക ഇവിടെ ഉണ്ടായിട്ടും ഈ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നില്ല എന്നത് വളരെയേറെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ OP ബ്ലോക്കിന്റെ കാര്യമായാലും ശരി, ഇനി ഇവിടെ പാനൂർ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത ഉണ്ടായിട്ടില്ല. നേരത്തെ ബഹുമാനപ്പെട്ട ഡോക്ടർ അനിൽകുമാർ മാറിയതിനു ശേഷം പുതിയ മെഡിക്കൽ ഓഫീസർ ഇവിടെ വരേണ്ടതാണ്. അപ്പൊ മെഡിക്കൽ ഓഫീസർ ആയാലും OP ബ്ലോക്ക് ആയാലും ഇവിടെ അനുവദിക്കപ്പെട്ടിരിക്കുന്ന വിവിധ വകുപ്പുകളുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളായാലും, അത് സർജറി ആയാലും അതുപോലെ തന്നെ പീഡിയാട്രിക് വിഭാഗമായാലും എന്തൊക്കെ
മേഖലകളാണോ ഇവിടെ അനുവദിക്കപ്പെട്ടത്, ആ അനുവദിക്കപ്പെട്ട ഡോക്ടർമാരുടെ സേവനം ഇവിടെ ഉറപ്പുവരുത്താൻ ആവശ്യമായ കാര്യം ചെയ്യണം. ഇവിടെ രോഗികൾ എത്തിച്ചേരുമ്പോൾ അവരെ പരിശോധിക്കാൻ ഡോക്ടർമാരുണ്ടാവണം. അതുപോലെ തന്നെ അവർക്ക് കൃത്യമായ മരുന്ന് കൊടുക്കാൻ കഴിയണം. അവരിവിടെ അഡ്മിറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാവണം. അത് ഈ നാട്ടിലെ ഏറ്റവും മെച്ചപ്പെട്ട ആശുപത്രി സംവിധാനങ്ങൾ കേരളത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ നടപ്പിലാക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, അതിന്റെ ആരോഗ്യവകുപ്പ് ഏറ്റവും മെച്ചപ്പെട്ട നിലയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിലും ഞങ്ങൾ ഈ കാര്യങ്ങൾ പെടുത്തുകയാണ്. പാനൂർ നഗരസഭ അടിയന്തര ഇടപെടൽ നടത്തുക, പാനൂർ ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ച് പാനൂർ താലൂക്ക് ആശുപത്രിയുടെ മുന്നിലാണ് ധർണ നടത്തിയത്. ഓട്ടോ തൊഴിലാളി യൂണിയൻ ഏരിയ ട്രഷറർ കെ പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി ഷിവിൻ അണിയേരി സ്വാഗതം പറഞ്ഞു. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ സുജിത്ത്, വി എൻ രവീന്ദ്രൻ, ദേവദാസൻ മുത്താർപിടിക എന്നിവർ സംസാരിച്ചു. ജൂലൈ 25 നടക്കുന്ന താഴെ ചമ്പാട് PP കുഞ്ഞിക്കണ്ണൻ ദിനാചരണത്തിന്റെ ഭാഗമായി CPM പാർട്ടി ക്ലാസ് സംഘടിപ്പിച്ചു. CPM താഴെ ചമ്പാട് പാർട്ടി ഓഫീസിലാണ് ക്ലാസ് നടന്നത്. റബ്കോ ചെയർമാൻ കാരായി രാജൻ ഉദ്ഘാടനം ചെയ്തു. ആ വിപ്ലവകാരികളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് കേഡർമാർ എന്നാണ്. കാഡർ മാവോവിനെ പോലുള്ള, ലെനിനെ പോലുള്ള, ലെനിനടക്കമുള്ള സഖാക്കൾ വിപ്ലവകാരികൾക്ക് അവരുടെ പ്രവർത്തന നയം മുന്നോട്ട് വെച്ചിട്ടുണ്ടായി. വിപ്ലവകാരികൾ എങ്ങനെ പ്രവർത്തിക്കണം, വിപ്ലവകാരികൾക്ക് ആരോടാണ് ഉത്തരവാദിത്വമുള്ളത്, അവർ ആരിൽ എന്തിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രതിബദ്ധതയാണ് ഒരു കാഡർക്ക് ഉണ്ടായിരിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ആചാര്യന്മാർ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നാം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിപ്ലവകാരി, ഒരു കാഡർ എന്ന നിലയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIM-ന്റെ വിവിധ മേഖലകളിൽ, അത് ബ്രാഞ്ച് സെക്രട്ടറി ആവാം, ലോക്കൽ കമ്മിറ്റി മെമ്പറാവാം. K. മോഹനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. K. ജയരാജൻ മാസ്റ്റർ, K. മനോജ് എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം.
BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023111238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. പൂക്കോ മുസ്ലിം LP സ്കൂളിൽ PTA ജനറൽ ബോഡി യോഗവും LSS ജേതാക്കളെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെയും അനുമോദിക്കൽ ചടങ്ങ് നടന്നു. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പാനൂർ നഗരസഭാ ചെയർമാൻ സങ്കീർണങ്ങളില്ലാത്ത പ്രായത്തിൽ ആശങ്കയില്ലാത്ത പരീക്ഷ എഴുതി ഏറ്റവും ഉന്നത വിജയം നേടിയെങ്കിൽ തൊട്ട് രക്ഷിതാക്കളുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന കുട്ടികളോട് നിങ്ങൾക്ക് കരുതലുണ്ടാകണം. കാരണം ചെറിയൊരു പരീക്ഷ എഴുതിയവരെല്ലാവരും അവർ നാളെ ഒരു വലിയ പരീക്ഷയെ ആശങ്കയില്ലാതെ നേരിട്ടവരാണ്. അവര് നാളെയുടെ പ്രതീക്ഷയാണ്, ഇന്നിന്റെ കരുതലാണ്. അതുകൊണ്ട് അവർക്ക് പിറകിൽ നിന്ന കഠിനാധ്വാനികളായ രക്ഷിതാക്കളുണ്ട്. ആ രക്ഷിതാക്കളെ കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. SSLCയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ കിട്ടിയ കുട്ടികളുണ്ട്. +2 മുഴുവൻ വിഷയങ്ങളിലും A+ കിട്ടിയ കുട്ടികളുണ്ട്. പക്ഷേ എല്ലാ വിജയങ്ങളിലും A+ കിട്ടാത്ത കുട്ടികളും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ജീവിതത്തിൽ പഠിച്ച് ഉന്നത വിജയം നേടിയ മുന്നോട്ടുള്ള പടവുകൾ കയറി പോകുമ്പോ എന്നെ അനുമോദിക്കാൻ, എന്നെ ചേർത്ത് പിടിക്കാൻ, എന്നെ ആശ്ലേഷിക്കാൻ ഞാൻ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാലയം പൂർവ്വ വിദ്യാർത്ഥിയായി കണ്ടുകൊണ്ട് എന്നെ അവിടെ വിളിച്ച് അനുമോദിച്ചു എന്ന ഈ ചടങ്ങും ഈ നിമിഷവും നിങ്ങളുടെ പഠനകാലങ്ങളിൽ, മുന്നോട്ടുള്ള പഠനകാലങ്ങളിൽ ഓർത്തു വെക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. കാരണം പലപ്പോഴും പഠിച്ചുപോയ വിദ്യാലയം, ആ വിദ്യാലയം ഞങ്ങളുടെ ഓരോ വിജയങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിക്കാൻ അവിടുത്തെ അധ്യാപകർക്ക് സാധിക്കുന്നുണ്ട്, മാനേജ്മെന്റ് പ്രതിനിധികൾക്ക് സാധിക്കുന്നുണ്ട്. ചൊക്ലി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ AA ബാബുരാജ് അനുമോദനം നടത്തി. വിദ്യാർത്ഥികൾക്ക് നിറഞ്ഞ PTA പ്രസിഡന്റ് മിഥിലാജ് അധ്യക്ഷനായി. സ്കൂൾ പ്രധാനാധ്യാപകൻ KP അസീസ് ആമുഖഭാഷണം നടത്തി. YM അസ്ലം, PP അസീസ്, C മുജീബ്, നിസാർ K മഹറൂഫ്, സലീം ചാമ്പേത്ത്, റാഹിൽ ടീച്ചർ, നജീബ് മാസ്റ്റർ, സരിത എന്നിവർ സംസാരിച്ചു. ലൈറ്റ് ആന്റി ഡ്രഗ് ക്ലബ് കതിരൂരിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ ഉദ്ഘാടനം ചെയ്തു. ലൈറ്റ് ആന്റി ഡ്രഗ് ക്ലബ് കതിരൂരിന്റെ ആഭിമുഖ്യത്തിലാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ ഉദ്ഘാടനം ചെയ്തു. സമീപകാലത്താണ് രൂപപ്പെടുത്തുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട നേതൃത്വം എന്ന് പറയുന്നത് പ്രവാസനം പോലുള്ള ചരിത്ര പോലീസുള്ള ആളുകളാണ്. അവരുടെ നേതൃത്വത്തിൽ കതിരൂരിനകത്ത് വ്യത്യസ്തങ്ങളായ ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനം പ്രധാനാധ്യാപിക ജസിത അധ്യക്ഷയായി. എക്സൈസ് ഓഫീസർ MK പ്രസന്ന ക്ലാസ് എടുത്തു. സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന, വളരെ ആത്മാർത്ഥമായി സംഘടിപ്പിക്കുകയും ഇതിനുവേണ്ട പ്രവർത്തനങ്ങൾ നൽകുകയൊക്കെ ചെയ്യുന്നത് ഒരു അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണെന്ന് ആദ്യം തന്നെ സൂചിപ്പിക്കട്ടെ. അതുപോലെ നമുക്കറിയാം, അവിടെ കുറച്ച് രക്ഷിതാക്കളുണ്ട്. അവരോട് പറയുകയാണ്, ഇവിടെ പ്രസിഡന്റ് സംസാരിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പല തരത്തിലും പല നിറത്തിലും പല രൂപത്തിലുള്ള ലഹരി വസ്തുക്കൾ നമ്മൾ ദിവസേന അതിൻ്റെ ലഭ്യതയെക്കുറിച്ചും വിപണനത്തെക്കുറിച്ചൊക്കെ പത്രദൃശ്യ മാധ്യമങ്ങളിലൊക്കെ കേൾക്കുന്നു, വായിക്കുന്നൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെടാതെ നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കാമെന്ന ഒരു തിരിച്ചറിവ്. PTA പ്രസിഡന്റ് വിജിന സംസാരിച്ചു. ക്ലബ്ബ് കോർഡിനേറ്റർ പ്രകാശൻ മഹിജ സ്വാഗതവും ശ്രുതി
നന്ദിയും പറഞ്ഞു. 3-ാം മൈൽ കോൺട്രാസ്റ്റ് കണ്ണാശുപത്രി സൗജന്യമായി കുട്ടികൾക്ക് നേത്രപരിശോധന ക്യാമ്പ് നടത്തി. ജനിത ടീച്ചർ, സജിത് 4-ാം മൈൽ എന്നിവർ നേതൃത്വം നൽകി. സംയുക്ത കായിക അധ്യാപക സംഘടനയുടെ ആഭിമുഖ്യത്തിൽ DDE ഓഫീസ് മാർച്ച് നടത്തി. സായി മുൻ കോച്ച് ആൻഡ് കണ്ണൂർ ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. PP ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു. മുജീബ് റഹ്മാൻ സ്വാഗതവും ജോസ് ജോസഫ്, സിബി പീറ്റർ, തസ്ലീം, ബെന്നി ജോസഫ്, നിതിൻ സി, എം പ്രശാന്ത്, ജിനൽകുമാർ എന്നിവർ സംസാരിച്ചു. സ്റ്റേഡിയം കോർണറിൽ നിന്നും DDE ഓഫീസ് വരെയാണ് മാർച്ച് നടത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ വകുപ്പുകളുടെ വിവിധ പരിപാടികളിൽ ഉദ്യോഗസ്ഥർക്ക് ഗൗരവം കുറഞ്ഞു വരുന്നതിൽ കർശന വിമർശനവുമായി സ്പീക്കർ. വിദ്യാഭ്യാസ വകുപ്പ്, സഹകരണ വകുപ്പ്, റവന്യൂ വകുപ്പ് എന്നിവയുടെ പരിപാടികളിലാണ് ഈ അവസ്ഥ പതിവാകുന്നതെന്നും സ്പീക്കർ. നിയുക്ത രാജ്യസഭാ MP C സദാനന്ദൻ മാസ്റ്ററെ കൊലയാളി എന്ന് വിളിച്ച P ജയരാജൻ മറുപടി അർഹിക്കുന്നില്ലെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. വാടിക്കൽ രാമകൃഷ്ണൻ വധക്കേസിൽ 1-ാം പ്രതിയായ പിണറായി വിജയനെയാണ് കൊലയാളി എന്ന് വിളിക്കേണ്ടതെന്നും കൃഷ്ണദാസ്. എട്ടിക്കുളം പാലക്കോട് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് അപകടത്തിൽപ്പെട്ടു. 2 പേർക്ക് പരിക്ക്. ശക്തമായ മഴയിൽ മേൽക്കൂര തകർന്നു. ഒരാൾക്ക് പരിക്ക്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.